ഒരു സ്റ്റോറി ഇട്ടിട്ടായിരുന്നു നമ്മുടെ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടേ. അപ്പം അത് എന്തുകൊണ്ടാണ് നമ്മുടെ രേണുസുതിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഇടാത്ത എന്തുകൊണ്ടാണ്? അയ്യോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം അനു നമ്മുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് ലൈക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ബ്ലസ് ചെയ്യണം, അതുപോലെ എന്താണ് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനു നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവൾ എത്രയാണെങ്കിലും നമ്മുടെ അനിയത്തിക്കുട്ടിയല്ലേ, രേണുവായിട്ടും വളരെ ക്ലോസ് ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മള് മീഡിയയിലുള്ളത് കൊണ്ട് നമ്മള് എന്താ പറയാ, ഇപ്പം ലൈക്ക് ആരൊക്കെയാണ് ബിഗ് ബോസിൽ പോണേന്നൊക്കെ ഉള്ള ഒരു ഇൻഫോർമേഷൻ ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ രേണു അത്രയും ക്ലോസ് ആയിട്ടും അതിന് മുമ്പത്തൊരു മാസം വരെ ലൈക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ലൈക്ക് വിഷമമുണ്ടല്ലേ? ഇനിയിപ്പോ അതങ്ങനെ പറഞ്ഞോളൂ, അങ്ങനെയല്ല. അനു നമ്മുടെ അടുത്ത് പറഞ്ഞത് കൊണ്ട് നമ്മള് ലൈക്ക് അവൾ എത്രയാണെങ്കിലും നമ്മുടെ അനിയത്തിക്കുട്ടിയാണ് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ നമ്മള് അനുവിനൊരു ഇഷ്ടം നമ്മുടെ അടുത്ത് കൂടുമല്ലോ. രേണു പറഞ്ഞിട്ടില്ല, അപ്പൊ പിന്നെ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പോണവരല്ലേ നമ്മള് സപ്പോർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ രേണു നന്നായിട്ട് ഗെയിം കളിക്കട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പം നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ചിലരെങ്കിലും എല്ലാവരും തന്നെ എന്ന് പറഞ്ഞാൽ ചില അലിഖിത നിയമങ്ങൾ പോലെ നമ്മുടെ ലൈഫിൽ പതിഞ്ഞു പോയ ചില കേവല മര്യാദകളുണ്ട്. ആ മര്യാദയൊന്നും നമ്മൾ ജനിച്ച് വളരുമ്പോഴേ നമ്മുടെ ഒപ്പം തന്നെ വളർന്ന് നമ്മുടെ ഒപ്പം കൂടുന്നതാണ്. അല്ലെ മുതിർന്നവർ കാണിക്കുന്ന കണ്ടല്ലേ മുതിർന്നവർ പറയുന്ന കേട്ട് നമ്മൾ ഒപ്പിയെടുക്കുന്ന ചില കാര്യങ്ങൾ, ചില സംസ്കാരങ്ങൾ, പൈതൃകങ്ങൾ, ഇതൊക്കെ അങ്ങനെയാണ്. അപ്പം രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കും ഒരാൾ നമ്മൾ എത്രയധികം സ്നേഹിക്കുന്ന വ്യക്തികളാണേലും അവർ തെറ്റ് ചെയ്ത തെറ്റാണ് ആ കാണിച്ചതെന്ന് പറയാനുള്ള ഒരു മനസ്സ് വേണം. അതേസമയത്ത് അവരോട് നമുക്ക് വളരെയധികം ഇഷ്ടമുള്ളതുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് മെഴുകുന്നത് അതൊരു അന്ധമായ കാഴ്ചപ്പാടാണ്, അന്ധമായ ആരാധനയെന്ന് അതിന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ രേണുസുതി ശരിക്കും പറഞ്ഞാൽ രേണുസുതി എന്നൊരു പേര് തന്നെ നമ്മളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ കാരണക്കാരി ആരാണെന്ന് ചോദിച്ചാൽ ലക്ഷ്മി നക്ഷത്രയാണ്. ശരിക്കും അതിൻ്റെ അകത്ത് ബെനിഫിറ്റ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റിയല്ല. കാരണം മില്യൺ കണക്കിന് വ്യൂസൊക്കെ കിട്ടി, പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പെർഫ്യൂമിൻ്റെ കാര്യമാണെങ്കിലും കുറേ അധികം ഇൻ്റർവ്യൂ അവരുടെ വീട്ടിൽ പോവുക, രേണുസുതിയെ ഇൻ്റർവ്യൂ ഇങ്ങനെ. പിന്നെ ഈ ലക്ഷ്മി നക്ഷത്ര ഇൻ്റർവ്യൂ ചെയ്ത് ഓരോ പുള്ളിക്കാരത്തിൻ്റെ ചാനലിലിട്ട് അങ്ങനെ അത് വൈറലായി. അവിടുന്ന് പിന്നെ വേറെ മീഡിയക്കാരിൽ രേണുസുതിയെ ഇന്റർവ്യൂ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെയാണ് രേണുസുതിയുടെ ഒരു യാത്രയുടെ ആരംഭം എന്ന് പറയാം. അല്ലാതെ കൊല്ലം സുതി മരിച്ചു, ആ മരിച്ചപ്പോൾ എല്ലാവർക്കും ഞെട്ടലാണ്. അവിടെ കരയുന്ന സീനോ 1-2 ദിവസം കൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പോയേനെ. ശരിക്കും ഇത്ര വൈറലാക്കി കൊടുത്തതും ഫ്ലവേഴ്സ് ചാനൽ ഏറ്റെടുക്കുന്നതും വീട് വെച്ചു അച്ഛൻ സ്ഥലം കൊടുക്കുന്നതും ഫിറോസ് വീട് വെച്ച് കൊടുക്കുന്നു, ഇതിൻ്റെ എല്ലാം കാരണക്കാരിയായിട്ട് സ്റ്റാർട്ടിങ് പോയിന്റ് ഈ പെർഫ്യൂമും അതിന് മുന്നേ ഉള്ള പരിപാടി എല്ലാം ഇട്ടിരിക്കുന്ന ലക്ഷ്മി നക്ഷത്രയാണ്. ലക്ഷ്മി നക്ഷത്രയ്ക്ക് അതിനുള്ള ഉപകാരം ഉണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷെ അവരും അത്യാവശ്യം സൈബർ അറ്റാക്ക് അതിൻ്റെ പേരിൽ മേടിച്ചിട്ടുമുണ്ട്. അപ്പം കേവലം അവരോട് ചെയ്യേണ്ട ഒരു മര്യാദ ബിഗ് ബോസിൽ പോകുമ്പം അവരോടൊന്ന് പറയായിരുന്നു. അവർ മീഡിയയിലുള്ളതാണേ, അവർ പറഞ്ഞു കേട്ടോ, മീഡിയയിലുള്ളത് കൊണ്ട് ആരൊക്കെ പോവും ആരൊക്കെ പോകുന്നില്ല എന്നൊക്കെ അവർക്കറിയാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം പറയാം, ബിഗ് ബോസിലെ പോകുന്ന കാര്യം വളരെ രഹസ്യമായിട്ട് വെക്കണം, ആരോടും പറയാൻ പാടില്ല, അതാണ് അതിൻ്റെ കാര്യം. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവരോടെല്ലാം നമ്മൾ പറയും. പൊതുജനത്തിനോടോ സോഷ്യൽ മീഡിയയിൽ വന്നോ പറയില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം രേണുസുതിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ഫേസ്ബുക്കിൽ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ട് രേണുസുതിക്കിട്ട് പണി കൊടുത്തായിരുന്നു. അവർക്ക് ഈ ബിഗ് ബോസ് നിയമം അറിയത്തില്ലായിരുന്നു തോന്നുന്നു. അവർ വന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞു എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ തളരാതെ നിന്നാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് പ്രശ്നമാകും, ബിഗ് ബോസ് പിന്നെ വിളിക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് രേണുസുതി പിന്നെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പോണു എന്നും പറഞ്ഞ് ചേച്ചിയുടെ വീട് കാണിച്ച് ചേച്ചിയെ അങ്ങോട്ട് കൊണ്ടിരുത്തി ചേച്ചിയുടെ വീടിൻ്റെ ആ പടിക്കൽ നടയിലിരുന്ന് ഒരു ജനങ്ങളെ മുഴുവൻ പറ്റിക്കുന്ന ഭാവ അഭിനയം കാഴ്ചവെച്ച് ബിഗ് ബോസിൽ പോയിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും ബിഗ് ബോസിലോട്ടുള്ള ഇൻട്രോ എടുത്ത് അയച്ചു കഴിഞ്ഞു. ഇച്ചുവിനെയൊക്കെ വിളിച്ചു വരുത്തി ഇൻട്രോ അയച്ച് ഓൾറെഡി കഴിഞ്ഞിട്ടാണ് ജനങ്ങളെ പറ്റിക്കാൻ ഇതിട്ടെ. അതിനെ പിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം ബിഗ് ബോസിന്റെ നിയമം അനുസരിച്ച് പുറത്തു വിടാൻ പാടില്ലാത്ത കാര്യം അതുകൊണ്ടാണ്. പക്ഷെ ലക്ഷ്മി നക്ഷത്രയോട് പറയാതിരുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ? ആരോടാ ചോദ്യം എന്ന് ചോദിച്ചാൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേര് എൻ്റെ ചാനലിലുണ്ട്, എനിക്കറിയാമല്ലോ, ഞാനും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന. പക്ഷെ രേണുവിനെ വാദിക്കുന്ന പല യൂട്യൂബേഴ്സിനോടും എനിക്ക് എതിർപ്പും മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അതൊരു പാവം പെണ്ണ് വിധവ ജീവിച്ചു പോട്ടെ, എന്തിനാണ് ഇത്ര റിയാക്ഷൻ തെറ്റിദ്ധരായിടുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ തെറ്റ് ചെയ്താൽ തെറ്റാന്ന് എവിടെയും പറയാം. വന്ന വഴി മറക്കരുത്, കയറിപ്പോയ ഏണി ചവിട്ടി താഴെ ഇടരുത്, ഇങ്ങനെയൊക്കെയുള്ള പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പഴഞ്ചൊല്ലാണ് ലക്ഷ്മി നക്ഷത്രം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ശരിക്കും കയറി വന്ന ഏണി തന്നെയാണ്, കയറിപ്പോകാൻ അല്ലെ പാലം കിടക്കോളം നാരായണ
പാലം കടന്നപ്പോൾ കൂരായണ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെ നന്ദികേട്. അവസാനം പറയാൻ ഒരു വാക്കേ ഉള്ളൂ, നന്ദികേട്. ഇത്രയെല്ലാം ആയത് രേണുസുധിയുടെ സ്വന്തം കഴിവ് കൊണ്ട് തന്നെയല്ല, ഒരു വ്യക്തിയും സ്വന്തം കഴിവ് കൊണ്ട് തന്നെ അങ്ങ് ഉയർത്തി പോകില്ല. സപ്പോർട്ടിംഗ് ആയിട്ട് സാഹചര്യങ്ങളും വ്യക്തികളും കൂടെ വേണം, എന്നാലാണ് നമ്മൾ ഉയർന്നു പോകുക. അങ്ങനെ തന്നെയാണ് രേണുസുധിയും സോഷ്യൽ മീഡിയയിൽ ഇപ്പം എന്തെങ്കിലും ആയിട്ടുണ്ട് പലരാൽ മൂലമാണ് അങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യകാലത്ത് സഹായിച്ച ലക്ഷ്മി നക്ഷത്രയോട് എനിക്ക് ബിഗ് ബോസിൽ അവസരം കിട്ടിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുക എന്നൊരു വാക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അല്ലേ കൊള്ളാം, ഇവർ തമ്മിൽ പിണങ്ങിയിട്ട് വൻ ശത്രുക്കളായി മാറിയിരിക്കുന്ന ഒരു കണ്ടീഷനിലാണ് പറയണ്ട. ഇവിടെ ഇപ്പൊ അനുമോള് സ്റ്റാർ മാജിക്കില് അനുമോള് പറഞ്ഞതുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര അനുമോളെ സപ്പോർട്ട് ചെയ്ത് സ്റ്റോറി ഇടുകയും ചെയ്തു. അത് ഒരു വാക്ക് പറയാത്തതിൻ്റെ ഉള്ളിലൊരു വിഷമ ലക്ഷ്മിക്കുണ്ട്. പക്ഷെ ലക്ഷ്മി അത് മീഡിയ പറഞ്ഞു, അയ്യോ ഇനി അത് വൈറലാക്കല്ലേ, അത് പ്രശ്നമാക്കില്ലേ എന്ന് പറയാം, അത് അവരുടെ മര്യാദ. പക്ഷേ അങ്ങനെ പറയാത്തവൻ്റെ ഒരു വിഷമം ഉള്ളതുകൊണ്ട് തന്നെയാണ് അനുവിനെ സപ്പോർട്ട് ചെയ്ത് സ്റ്റോറി ഇട്ടു, രേണുസുധിയെ സപ്പോർട്ട് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. അവസാനം ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞു കേട്ടോ, രേണു നല്ലപോലെ കളിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ വിവാദങ്ങളിൽ ചെന്ന് പെടാൻ ലക്ഷ്മിക്ക് താല്പര്യമില്ല. രേണു നല്ലപോലെ കളിക്കുന്നില്ലെന്നുള്ള ഏത് ജനങ്ങൾക്കും കണ്ടറിയാം, അവിടെ ചുരുണ്ടുകൂടിയിരിക്കുക മാത്രമേ ഉള്ളൂ. ഏഷ്യാനെറ്റ് പോലും ഇന്നലെ ട്രോളിയിട്ടുണ്ട്. ആദ്യത്തെ കണ്ടന്റ് സെപ്റ്റി ടാങ്ക് ആയിരുന്നു, പിന്നെ ഇപ്പോഴത്തെ കണ്ടന്റ് അനുമോളാണ്. സെപ്റ്റി ടാങ്ക് എന്ന് അക്ബർ വിളിച്ചു, അനുമോള് തല പേനുണ്ട് വൃത്തിയില്ല എന്ന് പറഞ്ഞു. ഈ കണ്ടന്റ് അല്ല, വേറെ കണ്ടന്റ് ഒന്നുമില്ല. ഒന്നെങ്കിൽ രേണുസുധിയെ വല്ല കിച്ചണിലോട്ട് മാറ്റണം, അല്ലെ ക്യാപ്റ്റനായിട്ട് കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ വല്ലതും വാ തുറന്ന് സംസാരിക്കുമല്ലോ എന്ന് നമുക്ക് കണ്ടറിയാം. അല്ലാതെ പുള്ളിക്കകത്ത് വലിയ കണ്ടന്റ് ഒന്നും അവിടെ തരുന്നില്ല, മറ്റുള്ള ആൾക്കാരെ പോലും ഒന്നും പുള്ളിക്കകത്ത് ചെയ്യുന്നില്ല. പക്ഷെ അതൊക്കെ പോട്ടെ, കണ്ടന്റൊക്കെ പിന്നീട് വന്നോളും, അത് നോക്കിയിരിക്കാം നമുക്ക്. പക്ഷേങ്കിൽ ഈ വന്ന വഴി മറന്ന് ഈ ലക്ഷ്മിയോട് പറയാതെ പോയത് ഒരു കാരണവശാലും ശരിയല്ല. സ്വന്തം കൂട്ടുകാരിയോടൊക്കെ വളരെ നേരത്തെ പറഞ്ഞു, വൈവർ ബുട്ട് ദേവുവിൻ്റെ അടുത്ത് പോയി ഇന്റർവ്യൂ എടുത്തു, ബിഗ് ബോസിൽ പോകുന്നതിനെ പറ്റി അന്വേഷിക്കാൻ പോയതാണത്. ഇതെല്ലാം യൂട്യൂബേഴ്സ് ഇതിനെ എത്രയോ കാലം മുന്നേ ഇത് തോണ്ടിയെടുത്തു. അതുപോലെ ലക്ഷ്മി പറയുന്ന കേട്ടോ, മീഡിയയിലുള്ളതല്ല ഞങ്ങൾക്കും അറിയത്തില്ല. ഈ മീഡിയയിലുള്ളതുകൊണ്ട് അവർക്കും അറിയാം ബിഗ് ബോസിൽ പോകുന്ന ആരാന്ന്. രേണുസുധിയുടെ പേര് എന്നോ പറഞ്ഞോ അന്ന് തൊട്ട് ലക്ഷ്മിക്കറിയാം. ലക്ഷ്മി അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങോട്ട് പറയേണ്ട ഒരു മര്യാദ രേണുസുധിക്കുണ്ടായിരുന്നു. രേണുസുധി അത് സത്യം പറഞ്ഞാൽ ചെയ്തില്ല. അത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. അതിൻ്റെ അകത്തൊന്നും പറയാമല്ലോ, ഒന്നും ന്യായീകരിക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. കുറ്റം മാത്രം പറയാന്ന് പറയണ്ട. ഇതൊരു ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് മലയാളികളുടെ ഒരു മര്യാദയാണ്. ആ മര്യാദ ഇല്ലാത്തവരെ പറ്റി നമ്മൾ പറയുന്ന വാചകമാണിത്. ഈ ചവിട്ടി കയറിപ്പോയ ഏണി പുറങ്കാലിന് തൊഴിച്ച് പൊത്തോന്നും പറഞ്ഞ് താഴോട്ടിടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ പറയുന്ന ഇതൊക്കെ വെച്ച് വാച്ച് ചെയ്ത് നോക്കിയാൽ രേണുസുധി സോഷ്യൽ മീഡിയ കിടന്ന് ഈ പള്ളിയിലെ അച്ഛനെയും അല്ലെങ്കിൽ ഫിറോസിനെയും അതുപോലെ ഓരോരുത്തരെയും പറ്റി പറയുന്നത്, ഇവർക്കെതിരെ വീഡിയോ പറയുന്ന ആൾക്കാർ പറയുന്ന സത്യമാണ്. ഒരു നന്ദിയില്ല, യാതൊരു ഇതും ഇല്ലാത്ത സ്വഭാവം തന്നെയാണ്. അപ്പ കാണുന്നവരെ അപ്പാന്ന് വിളിച്ച് മുന്നോട്ട് പോവുക, സ്വന്തം കാര്യം സിന്താവുക, ഇത്രയും മാത്രമേ നോക്കുന്നുള്ളൂ. പുറകോട്ട് സഹായിച്ചവരെ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.